കഥയെ ആരംഭിക്കുന്നത് വില്യം മക്കൻലി ഹൈസ്കൂളിലെ സീനിയറായിട്ടുള്ള ബാർട്ടിൽബി ഗെയിൻസിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തന്റെ സഹപാഠികൾക്കിടയിൽ ഫേക്ക് ID കാർഡുകൾ ഉണ്ടാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അവൻ വളരെയധികം അറിയപ്പെടുന്നവനായിരുന്നു. വൈകാതെ അവൻ ഹൈസ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആകും. 7 യൂണിവേഴ്സിറ്റികളിലേക്ക് അവൻ അപ്ലൈ ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ എല്ലായിടത്തും അവൻ റിജക്ട് ചെയ്യപ്പെടുകയാണ്. ഒരു ദിവസം ഡെറിലും ഷെർമാൻ എന്നു പേരുള്ള അവന്റെ കൂട്ടുകാരനും ഒന്നിച്ച് അവൻ കുട്ടികളുടെ ഫോട്ടോ എടുക്കുകയായിരുന്നു. അവർക്ക് വേണ്ട ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി കൊടുക്കുവാനായിരുന്നു അത്. ഡെറിൽ മുമ്പ് ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. നിർഭാഗ്യവശാൽ അവനൊരു പെർമനന്റ് ഇഞ്ചുറി സംഭവിച്ചു. അതിൽ പിന്നെ ക്രച്ചസുകളുമായിട്ടാണ് അവൻ ജീവിക്കുന്നത്. അതിനെ തുടർന്ന് അവന്റെ സ്പോർട്സ് സ്കോളർഷിപ്പും നഷ്ടപ്പെട്ടിരുന്നു. ലൈഫിൽ ഇനി എന്തു ചെയ്യും എന്നവനൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. മറുവശത്ത് ഷെർമൻ ആകട്ടെ മികച്ച രീതിയിൽ പഠിക്കുന്ന പ്രസ്റ്റീജിയസ് ആയ ഹാർമൻ കോളേജിൽ അഡ്മിഷൻ ലഭിച്ച പയ്യനായിരുന്നു. ഹാർമൻ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്ന അവന്റെ കുടുംബത്തിലെ 4ാം തലമുറയിലെ അംഗമാണവൻ. അവന്റെ ഫാമിലി റെപ്യൂട്ടേഷനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു കാര്യമായിരുന്നു. അന്നങ്ങനെ ഫേക്ക് ID കാർഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അങ്ങോട്ടേക്ക് പ്രിൻസിപ്പൽ വരുന്നുണ്ട് എന്ന് ഷെർമാൻ ബിയോട് പറഞ്ഞു. ബാർട്ടിൽബി പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ച് അവിടെ ഒരു സംഘഗാനത്തിന്റെ പ്രാക്ടീസ് നടക്കുന്ന പോലെ വരുത്തി തീർക്കുകയാണ്. അത്തരത്തിൽ ചെറിയ തട്ടിപ്പുകളിലൂടെയായിരുന്നു അവന്റെ ലൈഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഷെർമാനൊപ്പം പോകുമ്പോൾ താൻ അവസാനത്തെ ഓപ്ഷനായ 8ാമത്തെ കോളേജിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് ബാർട്ടിൽബി ഷെർമാൻ അടുക്കൽ പറഞ്ഞു. എന്തായാലും അവിടെ അഡ്മിഷൻ കിട്ടും എന്ന് ബാർട്ടിൽബിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. അവർ പുറത്തേക്ക് വരുമ്പോൾ അവരുടെ സുഹൃത്തായ മോണിക്ക എതിരെ വന്നു. വളരെ കൈൻഡ് ഹാർട്ടഡായ മോണിക്കയോട് അവർക്കൊക്കെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അടുത്ത ദിവസം വീട്ടിൽ നടക്കുന്ന ഹൗസ് പാർട്ടിയെപ്പറ്റി മോണിക്ക അവരോട് പറയുകയാണ്. ഇപ്പോ തങ്ങളെ പാർട്ടിക്ക് വിളിക്കും എന്ന് വിചാരിച്ച് ബാർട്ടിൽബി നിൽക്കുമ്പോ നാളെ വന്ന് പുൽത്തകടി വെട്ടി ലെവലാക്കാമോ എന്ന തരത്തിലായിരുന്നു മോണിക്ക ചോദിച്ചത്. മോണിക്കയോടുള്ള ക്രഷിന്റെ പുറത്ത് അവൻ ഓക്കെ പറയുകയാണ്. ചെറുപ്പം തൊട്ടേ മോണിക്കയോട് ബാർട്ടിൽബിക്ക് ഉള്ളിലൊരു ക്രഷ് ഉണ്ടെങ്കിലും അവനതുവരെ പ്രണയം തുറന്നു പറഞ്ഞിരുന്നില്ല. മോണിക്കയാകട്ടെ വളരെയധികം സമ്പന്നനും ഷോ ഓഫ് കാണിക്കുന്നവനുമായ ആംബ്രോസ് എന്ന പയ്യനുമായി നിലവിൽ റിലേഷൻഷിപ്പിലുമാണ്. അവർ തമ്മിൽ ഡേറ്റ് ചെയ്യുന്നുമുണ്ട്. വൈകാതെ ബാർട്ടിൽബി പ്രതീക്ഷിച്ചിരുന്ന അവസാനത്തെ യൂണിവേഴ്സിറ്റി ലെറ്ററും വന്നു. അവിടെയും അവന്റെ അഡ്മിഷൻ റിജക്ട് ചെയ്യപ്പെടുകയായിരുന്നു. തന്റെ സഹോദരി ലിസിയോട് അവൻ ആ കാര്യം പങ്കുവെച്ചു. നിലവിൽ കോളേജിൽ പോകാൻ ഓപ്ഷനൊന്നുമില്ല. പക്ഷേ അത് അച്ഛനോടും അമ്മയോടും പറയാനും അവന് ധൈര്യമുണ്ടായിരുന്നില്ല. അതോടെ അച്ഛനും അമ്മയ്ക്കും മുമ്പിൽ പോയി ഹൈസ്കൂൾ കഴിഞ്ഞ് താൻ കോളേജിൽ പോകുന്നില്ലെന്നും ഫൈനാൻഷ്യൽ പ്ലാൻ വെച്ച് അത് മണ്ടത്തരമാണ് എന്നൊക്കെ അവൻ കഥയടിക്കുകയാണ്. പക്ഷേ അച്ഛനും അമ്മയും കോളേജിൽ പോയാലേ മകൻ വിജയിക്കൂ എന്ന് ചിന്തിച്ചിരുന്നു. അതുകൊണ്ടവർ കോളേജിൽ പോകുവാൻ അവനുമേൽ പ്രഷർ ചെലുത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ താൻ എവിടെയും അക്സെപ്റ്റഡ് ആയില്ല എന്ന കാര്യം നിരാശയോടെ ബാർട്ടിൽബി പാരന്റ്സിനോട് പറയുകയാണ്. ബാർട്ടിൽബിയുടെ പാരന്റ്സിന് അത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മകനെയോർത്ത് നാണക്കേട് തോന്നിയവർ അത്തരത്തിൽ തന്നെ അവനോട് പറയുകയും ചെയ്തു. അങ്ങനെ ഹൈസ്കൂൾ ഗ്രാജുവേഷൻ പാർട്ടി നടക്കുകയാണ്. ഏവരും പാർട്ടി അറ്റൻഡ് ചെയ്യാൻ എത്തിയിരുന്നു. എല്ലാവരും യൂണിവേഴ്സിറ്റിയിലെ ക്ലാസുകളെപ്പറ്റി എക്സൈറ്റഡ് ആയി സംസാരിക്കുമ്പോൾ അവിടുണ്ടായിരുന്ന ബാർട്ടിൽബിയും ഡാരലും മാത്രം നിരാശയോടിരിക്കുകയായിരുന്നു. എന്താ ഇനി ചെയ്യാൻ പോകുന്നത് എന്നവർക്ക് ഒരു പിടിയും ഉണ്ടായിരുന്നുമില്ല. അവരെപ്പോലെ തന്നെ അവിടെ മറ്റൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. റോറി എന്നായിരുന്നു അവളുടെ പേര്. റോറി കാര്യം ഇവരെപ്പോലെ അത്രയധികം പഠിക്കാത്ത കുട്ടിയൊന്നുമല്ല. പക്ഷേ വളരെ പ്രശസ്തമായ യേൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രമായിരുന്നു അവൾ അപ്ലൈ ചെയ്തത്. അവിടെ നിന്ന് റിജക്ട് ചെയ്യപ്പെടുകയും ചെയ്തു. പാർട്ടി നടക്കുമ്പോൾ ബാർട്ടിൽബി വിദഗ്ധമായൊന്ന് മുങ്ങാൻ നോക്കി. പക്ഷെ അവൻ ചെന്നുപെട്ടത് കൂട്ടുകാരൻ ഷെർമാന്റെ അച്ഛന്റെ മുമ്പിലായിരുന്നു. വട്ടം കൂടി നിൽക്കുന്ന കുറച്ചാളുകൾക്കിടയിലേക്ക് ബാർട്ടിൽബിയെ പിടിച്ച് ഷെർമാന്റെ അച്ഛൻ കൊണ്ടുപോയി. അവിടുണ്ടായിരുന്നവർ സംസാരിക്കുമ്പോൾ ഷെർമാന് ഹാർമൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയതും പറഞ്ഞ് അവരവനെ പ്രശംസിച്ചു. ബാർട്ടിൽബിയുടെ പദ്ധതികൾ എന്താണ് എന്ന തരത്തിൽ അവനോട് ചോദ്യം വന്നു. എല്ലാ യൂണിവേഴ്സിറ്റികളിൽ നിന്നും താൻ റിജക്ട് ചെയ്യപ്പെട്ടു എന്ന സത്യം ബാർട്ടിൽബി അവരോടായി പറഞ്ഞു. ആ നിമിഷം ഏവരും സൈലന്റായി മാറുകയായിരുന്നു. അവിടുണ്ടായിരുന്ന അവന്റെ അച്ഛനമ്മമാരും ഡിസപ്പോയിന്റഡായി അങ്ങനെ നിന്നേയുള്ളൂ. തന്നെയോർത്ത് അച്ഛനും അമ്മയും അങ്ങനെ നാണം കെട്ടതിൽ ബാർട്ടിൽബിക്ക് നിരാശ തോന്നിയിരുന്നു. വീട്ടിലെത്തി ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോ തന്റെ റിജക്ഷൻ ലെറ്ററുകളൊക്കെ അവൻ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു. അവനുണ്ടാക്കിയൊരു ഫേക്ക് ഐഡിയും ഉപയോഗിച്ച് അതിൽ നോക്കിക്കൊണ്ട് അവനങ്ങനെ ഇരിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവനൊരു ഐഡിയ തോന്നിയത്. അവൻ അത്തരത്തിൽ ഒറിജിനൽ പോലെ തോന്നിക്കുന്ന കള്ള ഐഡിയ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി അക്സെപ്റ്റഡ് ലെറ്റർ അടിച്ചുകൂടാ എന്നതായിരുന്നു അത്. ഹാർമൻ കോളേജിന്റെ അക്സെപ്റ്റഡ് ലെറ്ററിൽ നിന്നും ഇൻസ്പയർഡായി സൗത്ത് ഹാർമൻ കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി എന്നൊരു വ്യാജ കോളേജ് ഐഡിയിൽ അവനൊരു അക്സെപ്റ്റഡ് ലെറ്റർ അടിച്ചുണ്ടാക്കി. ദ ഷിറ്റ് എന്നായിരുന്നു ആ കോളേജിനെ അവൻ വെളിപ്പേരിട്ടിരുന്നത്. അടുത്ത ദിവസം കൂട്ടുകാരെ കണ്ടി അവൻ അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. അത്തരത്തിൽ ഒരു വ്യാജ കോളേജിന്റെ അക്സെപ്റ്റൻസ് ലെറ്റർ താൻ അടിച്ചുണ്ടാക്കിയിട്ടുണ്ടെന്നും അത് പാരന്റ്സിനെ കാണിച്ച് തനിക്ക് അഡ്മിഷൻ കിട്ടി എന്നവരെ ബോധ്യപ്പെടുത്താമെന്നും കുറച്ചുനാളത്തേക്ക് ഏവരിൽ നിന്നും അതോടെ സമാധാനം
സമാധാനം കിട്ടുമെന്നും ആ കാലയളവ് കൊണ്ട് നല്ലൊരു പ്ലാൻ ഡെവലപ്പ് ചെയ്തുണ്ടാക്കാം എന്നുമായിരുന്നു അത് വലിയ പ്രശ്നമാകും എന്നായിരുന്നു ഷെർമാൻ ആദ്യമേ വാൺ ചെയ്തത്. ബി അവനോട് കൂടുതൽ വിശ്വസനീയമാകാൻ കോളേജിനു വേണ്ടി ഒരു ഫേക്ക് വെബ്സൈറ്റും മറ്റും ഉണ്ടാക്കി തരുവാൻ ഷെർമാനോട് അവൻ ആവശ്യപ്പെട്ടു. ബാർട്ടിൽ ബി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടും അവൻ നിസ്സഹായനായതുകൊണ്ടും ഷെർമാൻ അതിന് ഓക്കെ പറയുകയാണ്. അങ്ങനെ ബാർട്ടിൽ ബി ഉണ്ടാക്കിയ കോളേജിന് ഷെർമാൻ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അതിൽ ആരും അപ്ലൈ ചെയ്യില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ കോളേജിൽ അപ്ലൈ ചെയ്യുന്ന ഏവർക്കും അക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടുന്ന തരത്തിൽ ഒരു ഓപ്ഷനും ഷെർമാൻ ചെയ്തു വെച്ചിരുന്നു. അഡ്മിഷൻ കിട്ടാതെ ആകെ കഷ്ടപ്പെട്ടിരുന്ന ഡാറിലും ബാർട്ടിൽ ബിയോട് പറഞ്ഞ് അതേപോലെ അവന്റെ ഫേക്ക് കോളേജിൽ അഡ്മിഷൻ അടിച്ചെടുത്തു. അടുത്ത ദിവസം ഒന്നും അറിയാത്ത പോലെ താൻ തന്നെ അടിച്ചുണ്ടാക്കിയ അക്സെപ്റ്റൻസ് ലെറ്റർ തനിക്ക് അഡ്മിഷൻ കിട്ടി എന്ന തരത്തിൽ വീട്ടിലേക്ക് അവൻ അയച്ചു. പാരന്റ്സ് അത് കണ്ട് സന്തോഷത്തോടെ വന്ന് അവനോട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തിൽ അവനും അഭിനയിച്ചു. പക്ഷെ അവന്റെ അച്ഛൻ മാത്രം അത്തരത്തിലൊരു കോളേജിനെ പറ്റി കേട്ടിട്ടേയില്ലല്ലോ എന്നൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ഇത് ഉള്ള കോളേജ് തന്നെയാ, ഇവരുടെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്, അച്ഛൻ അതീ നോക്കിയാ ബാക്കി കാര്യങ്ങൾ കാണാൻ പറ്റും എന്നായിരുന്നു അവൻ മറുപടി പറഞ്ഞത്. ഹാർമൻ കോളേജിന്റെ അതേ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അതേ കോളേജിന്റെ ലോഗോയിലും മറ്റും കാണപ്പെട്ടതുകൊണ്ട് ഈ കോളേജ് ഹാർമൻ കോളേജിന്റെ ഏതെങ്കിലും ഒരു വിങ് ആയിരിക്കും എന്ന മട്ടിലായിരുന്നു അവന്റെ പാരന്റ്സ് ചിന്തിച്ചത്. അടുത്ത ദിവസം ബാർട്ടിൽ ബിയുടെ അടുത്തെത്തിയ അച്ഛൻ ട്യൂഷൻ ഫീക്കെന്ന് പറഞ്ഞ് അവനൊരു $10,000 കൊടുത്തു. അതുവരെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോവുകയായിരുന്നു. പക്ഷേ അപ്പോഴാണ് അച്ഛൻ ആ കാര്യം പറയുന്നത്. ആദ്യ ദിവസം കോളേജിന് മുമ്പിൽ ബാർട്ടിൽ ബിയെ അവർക്ക് ഡ്രോപ്പ് ചെയ്യണമെന്ന്. ബാർട്ടിൽ ബിയുടെ കിളി പാറി. ഇനിയിപ്പോ എന്തു ചെയ്യും? ആകെയുള്ള ഒരേ ഒരു വഴിയെന്ന് പറയുന്നത് കോളേജ് പോലുള്ള ഒരിടം കണ്ടെത്തി തന്റെ വ്യാജ കോളേജിന്റെ സെറ്റപ്പ് അതിനുണ്ടെന്ന് വരുത്തി തീർത്ത് അതിനു മുമ്പിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഒരു ദിവസത്തേക്ക് വന്നിറങ്ങലാണ്. എന്തായാലും അധികം വൈകാതെ അതിനുവേണ്ടി ഷെർമാനും ഡാറിലും ബാർട്ടിൽ ബിയും ശ്രമം ആരംഭിച്ചു. അത്തരത്തിൽ കോളേജിന്റെ ലുക്കുള്ള കെട്ടിടം, ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടം നോക്കി അവർ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ റോറിക്കടുത്ത് എത്തിച്ചേരുന്നത്. തനിക്ക് അത്തരത്തിലൊരിടമറിയാം എന്നായിരുന്നു റോറി അവരോട് പറയുന്നത്. തനിക്കും അതേ കോളേജിൽ ഒരു ഫേക്ക് അക്സെപ്റ്റൻസ് ലെറ്റർ അവരുണ്ടാക്കി കൊടുത്താൽ അവരെ സഹായിക്കാമെന്ന് റോറി ഏൽക്കുകയാണ്. അങ്ങനെ റോറി താൻ കണ്ടിട്ടുള്ള കെട്ടിടത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഒഴിവാക്കിയിട്ടിരുന്ന പഴയ ഹാർമൻ സൈക്യാട്രിക് ഹോസ്പിറ്റൽ കെട്ടിടമായിരുന്നു അത്. വർഷങ്ങളായി ആരും ഉപയോഗിക്കാതെ കിടന്നിരുന്ന ആ കെട്ടിടം അവർ ഏറ്റെടുത്ത് റെനോവേറ്റ് ചെയ്തെടുക്കുവാൻ ആരംഭിക്കുന്നു. ഹോസ്പിറ്റൽ വാർഡുകൾ അവർ ഡോം റൂമുകളാക്കി മാറ്റി, ലോഞ്ച് ഏരിയ ഹാൾവേ ആക്കി. പക്ഷേ ബാത്റൂമൊക്കെ അത്രമേൽ ശോകമായിരുന്നു. അതോടെ പാരന്റ്സ് വരാൻ സാധ്യതയുള്ള ഏരിയ മാത്രം സെറ്റപ്പ് ചെയ്ത് ബാക്കിയൊക്കെ അവർ അതുപോലെ തന്നെ ഉപേക്ഷിക്കുകയാണ്. ഇതിനിടയിൽ ക്ലാസുകൾ ആരംഭിക്കാൻ പോകുന്നതുകൊണ്ട് ഷെർമാൻ യഥാർത്ഥ ഹാർമൻ കോളേജിലേക്കും പോയിരുന്നു. ഹാർമൻ കോളേജിന്റെ ഡീനിന് കോളേജിന് മുമ്പിൽ വളരെ വലിയൊരു എൻട്രൻസ് ഉണ്ടാക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പൂർണ്ണമായ ടെറിട്ടറികളൊക്കെ തങ്ങളുടേതാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു വലിയ എൻട്രൻസ്. പക്ഷേ അതിനുവേണ്ടി ഒരുപാട് ഇടങ്ങൾ കോളേജിന് ഏറ്റെടുക്കണമായിരുന്നു. അതിനുള്ളിൽ നിലവിൽ ബാർട്ടിൽ ബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫേക്ക് കോളേജ് കെട്ടിടവും പെട്ടിരുന്നു. മോണിക്കയുടെ ബോയ്ഫ്രണ്ടായ ആംബ്രോസ് ആയിരുന്നു ഹാർമൻ കോളേജിന്റെ സ്റ്റുഡന്റ് ഔട്ട്റീച്ച് കമ്മിറ്റിയുടെ ഹെഡായിട്ടുണ്ടായിരുന്നത്. എൻട്രൻസ് വേക്ക് വേണ്ട പ്രോപ്പർട്ടികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതെങ്ങനെ ഏറ്റെടുക്കണം എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഡീൻ ആംബ്രോസിനെ ചുമതലപ്പെടുത്തി. ആംബ്രോസും സന്തോഷത്തോടെ ആ ദൗത്യം ഏറ്റെടുത്തു. മറുവശത്ത് ബാർട്ടിൽ ബി ആകട്ടെ അച്ഛനും അമ്മയും കോളേജിലെത്തിയാൽ ഡീനിനെ അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഡീനായി അഭിനയിക്കാൻ പറ്റുന്ന ഒരാളെ തിരയുകയായിരുന്നു. വളരെ വലിയ ദേഷ്യക്കാരനായ ബെൻ എന്ന ഷെർമാന്റെ ഒരു അങ്കിളിനെ അവർ പോയി കണ്ടു. ഷെർമാൻ മുമ്പ് കോളേജ് പ്രൊഫസറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ദേഷ്യം സ്വഭാവം കാരണം അദ്ദേഹം പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. പറ്റിയ ഒരാളല്ല എന്ന് ബാർട്ടിൽ ബിക്ക് തോന്നിയെങ്കിലും തൽക്കാലം കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ ബെൻ മതിയാകും എന്ന് ബാർട്ടിൽ ബി അങ്ങ് ഉറപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്തു കഴിഞ്ഞ് പാരന്റ്സിന്റെ ഒപ്പം ബാർട്ടിൽ ബി കോളേജിലെത്തി. കാര്യങ്ങളൊക്കെ ഒന്ന് ജെനുവിനാവാൻ റോറിയും മറ്റു കൂട്ടുകാരും ചേർന്ന് കുറച്ച് ഫ്രണ്ട്സിനെയും ആളുകളെയുമൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിരുന്നു. കുറെ സ്റ്റുഡൻസ് അവിടെ ജോയിൻ ചെയ്യാൻ എത്തുന്നുണ്ട് എന്ന പോലായിരുന്നു അത്. ബാർട്ടിൽ ബിയുടെ പാരന്റ്സ് ഡോർമെട്രി ഭാഗത്തേക്ക് കയറി ചെന്നു. റെസ്റ്റ് റൂമിലേക്ക് ഒരു ഘട്ടത്തിൽ അമ്മ കയറാൻ പോകേണ്ടത് പോലുമായിരുന്നു. അതാണെങ്കിൽ ആകെ തകർന്നു കിടക്കുവാണ്. ബാർട്ടിൽ ബി ഒരു തരത്തിലായിരുന്നു അത് മാനേജ് ചെയ്തത്. ശേഷം ബാർട്ടിൽ ബിയുടെ പാരന്റ്സ് ഡീനായി അഭിനയിക്കുന്ന ബെന്നിനെ കണ്ടു. ബെന്നാണെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് മേലുള്ള തന്റെ കോപവും രോഷവുമൊക്കെ അവിടെ ഓരോന്നായി പറയുന്നുണ്ടായിരുന്നു.
വർഷത്തിൽ ഒരിടത്ത് തന്റെ മകനെ പഠിപ്പിക്കാൻ വിടണോ എന്നതുപോലും ബാർട്ടിൽബിയുടെ അച്ഛനും അമ്മയ്ക്കും ആദ്യഘട്ടത്തിൽ സംശയം തോന്നി. പക്ഷേ ബാർട്ടിൽബിയെ പഠിപ്പിച്ച് വളരെ ഉയർന്ന ശമ്പളം കിട്ടുന്ന ജോലിയിലെത്തിക്കും എന്ന തരത്തിലേക്ക് ബെൻ സംസാരിച്ചപ്പോ ബാർട്ടിൽബിയുടെ പാരന്റ്സ് സാറ്റിസ്ഫൈഡ് ആയി. കുറച്ചു കഴിഞ്ഞ് ബാർട്ടിൽബിയുടെ ഫാമിലി മടങ്ങിപ്പോയി. എല്ലാവരെയും പറഞ്ഞുവിട്ട് സമാധാനത്തോടെ ബാർട്ടിൽബിയും കൂട്ടുകാരും അവിടെ സെറ്റപ്പ് ചെയ്തെടുത്ത് ഗെയിം കളിച്ചും മറ്റും ഇരിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് അവിടുത്തെ വാതിലിൽ മുട്ടുകേൾക്കുന്നത്. ബാർട്ടിൽബി ചെന്നു തുറന്നു. നോക്കുമ്പോ പുറത്ത് അക്സെപ്റ്റൻസ് ലെറ്ററുമായി ഒരു പയ്യൻ ആ കോളേജിലേക്ക് വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ബാർട്ടിൽബിക്ക് ആദ്യം കാര്യം മനസ്സിലായില്ല. ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തതാണെന്നും വെബ്സൈറ്റിലൂടെ കിട്ടിയ അക്സെപ്റ്റൻസ് ലെറ്റർ ആണെന്നും ആ പയ്യനിൽ നിന്നും ബാർട്ടിൽബി മനസ്സിലാക്കി. അത്തരത്തിലൊരു കോളേജ് തന്നെയില്ല എന്ന കാര്യം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ബാർട്ടിൽബി ശ്രമിക്കുമ്പോഴേക്ക് അങ്ങോട്ടേക്ക് അത്തരത്തിൽ അഡ്മിഷൻ കിട്ടി എത്തിയിരിക്കുന്ന കുറെ പേർ വന്നിട്ടുണ്ട് എന്ന് ബാർട്ടിൽബി മനസ്സിലാക്കുകയാണ്. വെബ്സൈറ്റിലെ ലൂപ്പ് ഹോളിലൂടെ ആ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും അക്സെപ്റ്റൻസ് ലെറ്റർ പോയിരുന്നു. പ്രായഭേദമന്യേ അതങ്ങനെ പോയതുകൊണ്ട് നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് അഡ്മിഷൻ എടുക്കാൻ എത്തിച്ചേർന്നിരുന്നു. ഒരു നിമിഷത്തേക്ക് ബാർട്ടിൽബി ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. വന്നിരുന്ന ആളുകൾ ബാർട്ടിൽബിയെ അവഗണിച്ച് അവരുടെ കോളേജിനകത്തേക്ക് കയറിപ്പോവാൻ ആരംഭിച്ചു. ആകെ ടെൻഷനിലായ ബാർട്ടിൽബി ഹാർമൻ കോളേജിന്റെ എൻട്രൻസ് പാർട്ടിയിലേക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കിയ കൂട്ടുകാരൻ ഷെർമാനെ കാണുവാൻ പുറപ്പെട്ടു. ഇതേ സമയം ഷെർമാനാകട്ടെ അവിടെയാകെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവിടുത്തെ പണക്കാരായ പയ്യന്മാരൊക്കെ അവനെ കൂട്ടത്തിൽ കൂട്ടാതെ കളിയാക്കുകയും മറ്റും ചെയ്യുന്നതായതുകൊണ്ട് അവൻ ഒറ്റപ്പെട്ടു നിന്നു. പിന്നാലെ ബാർട്ടിൽബി ഷെർമാനെ കണ്ട് സംസാരിച്ചു. ഷെർമാനും ബാർട്ടിൽബിയും കൂടി തിരികെ അവരുടെ ഫേക്ക് കോളേജിലേക്ക് എത്തി. കുട്ടികളൊക്കെയും അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ അഡ്മിഷൻ ഫീയും കൊടുത്തിരിക്കുകയായിരുന്നു. എത്രമാത്രം അഡ്മിഷൻ ഫീ വന്നിട്ടുണ്ട് എന്നതൊരു ചാക്കിൽ കൊണ്ടുവന്നിരുന്ന ഒരു കൂട്ടുകാരൻ ബാർട്ടിൽബിയുടെയും ഷെർമാന്റെയും മുമ്പിൽ കൊട്ടി. തങ്ങൾക്കു വേണ്ടി അവർ തയ്യാറാക്കിയ ചെറിയൊരു ഫേക്ക് സെറ്റപ്പ് കൈവിട്ടുപോയി അങ്ങനാകും എന്നവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒടുവിൽ ഏവരോടും ഉള്ള കാര്യം പറഞ്ഞ് തിരികെ അയക്കുവാൻ അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ബാർട്ടിൽബി അത് പറയുവാൻ അവിടുത്തെ ഓഡിറ്റോറിയം വേദിയിലേക്ക് കയറി ചെന്നു. ആദ്യം അത്തരത്തിൽ അവൻ പറയാനായി തുടങ്ങിയെങ്കിലും അവിടെ ഇരിക്കുന്ന കുട്ടികളുടെ എല്ലായിടത്തും അഡ്മിഷൻ നിഷേധിക്കപ്പെട്ട് ഒടുവിൽ അഡ്മിഷൻ കിട്ടിയ അവരുടെ മുഖവും അവരുടെ പ്രതീക്ഷയും കണ്ടതോടെ ബാർട്ടിൽബിക്ക് സത്യം പറയാൻ പറ്റാതെ വരികയാണ്. അവനെ തന്നെയായിരുന്നു തന്റെ എതിരിൽ നിൽക്കുന്ന ആ കുട്ടികളിൽ അവൻ നോക്കിക്കണ്ടത്. അതോടെ അവരുടെ ഭാവിക്ക് അവൻ അവിടെ നിന്ന് വാഗ്ദാനം കൊടുത്തു. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കോളേജിൽ ചെയ്യുമെന്ന് ഉറപ്പു പറഞ്ഞു. പിരിഞ്ഞു കിട്ടിയ അഡ്മിഷൻ ഫീ കൊണ്ട് കോളേജ് അടിപൊളിയാക്കിയെടുക്കാൻ ബാർട്ടിൽബി തീരുമാനിച്ചിരുന്നു. ഷെർമാനും കൂട്ടുകാരും ആദ്യം അവനെ വിലക്കിയെങ്കിലും അവൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണുള്ളത് എന്ന് കണ്ടപ്പോൾ അവന്റെ കൂടെ നിന്നു. അടുത്ത ദിവസം അവിടുത്തെ പൂള് തന്നെ ഫിൽഡായി കഴിഞ്ഞിരുന്നു. കോളേജിലെ മുഴുവൻ സംഭവങ്ങളും ഒരു പൂൾ പാർട്ടിയായി മാറി. വൈകാതെ ക്ലാസുകളും ആരംഭിക്കുകയാണ്. പക്ഷേ കൃത്യമായൊരു സിലബസ് ഒന്നും കോളേജിനില്ലല്ലോ. അതോടെ ഒരു സിലബസ് ഉണ്ടാക്കാൻ വേണ്ടി ബാർട്ടിൽബി ശ്രമം ആരംഭിച്ചു. ജോയിൻ ചെയ്ത ഓരോരുത്തരോടും അവരുടെ ആഗ്രഹങ്ങളും അവർ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതുമൊക്കെ വലിയൊരു ബോർഡിൽ എഴുതാൻ ബാർട്ടിൽബി ആവശ്യപ്പെട്ടു. അത്തരത്തിൽ അതിനെപ്പറ്റി അവനൊരു ധാരണയുണ്ടാക്കിയെടുത്തു. കുറച്ചുപേർക്ക് കുക്കിംഗ് പഠിക്കണമായിരുന്നു, കുറച്ചുപേർക്ക് സ്കേറ്റിംഗും, കുറച്ചുപേർക്ക് ഫാഷൻ ഡിസൈനിങ്ങും, കുറച്ചുപേർക്ക് കാർപ്പൻട്രിയും. അങ്ങനെ പലർക്കും പലതും പഠിക്കാനായിരുന്നു താല്പര്യമുണ്ടായിരുന്നത്. എന്തിനേറെ പറയുന്നു, ചില കുട്ടികൾ മൈൻഡ് ഉപയോഗിച്ച് ഒരു സാധനം പൊട്ടിത്തെറിപ്പിക്കുന്ന സംഭവം അതാണ് തങ്ങൾക്കുണ്ടാക്കേണ്ടതും പഠിക്കേണ്ടതും എന്ന തരത്തിൽ വരെ പറഞ്ഞു. ബാർട്ടിൽബി ഒന്നും തന്നെ തടഞ്ഞില്ല. എല്ലാവരും അവരവരുടെ ക്രിയേറ്റീവ് ഐഡിയകൾ എക്സ്പ്ലോർ ചെയ്യട്ടെ എന്ന് തന്നെ ബാർട്ടിൽബി തീരുമാനിച്ചു. ഓരോരുത്തർക്കും അവരവർ ആഗ്രഹിക്കുന്നത് പഠിക്കുവാൻ അഡ്മിഷൻ ഫീയിൽ നിന്നും ബാർട്ടിൽബി സൗകര്യമൊരുക്കി. ഡീനായിട്ടുണ്ടായിരുന്ന ബെന്നിനും അതിനോട് ഏറെ യോജിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു. അധികം വൈകാതെ സൗത്ത് ഹാർമൻ എന്ന ബാർട്ടിൽബിയുടെ ആ ഫേക്ക് കോളേജ് സ്വപ്നങ്ങൾ കാണുന്നവർക്കുള്ള ലക്ഷ്യസ്ഥാനമായി മാറി. ഒരു ദിവസം കോളേജിലേക്ക് ആംബ്രോസ് കടന്നുവരികയാണ്. ആ കെട്ടിടത്തിന്റെ ലീസ് ഓണറെ നേരിട്ട് കണ്ട് ലീസ് ഒഴിപ്പിച്ച് അവിടെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. ഹാർമൻ കോളേജിന്റെ ഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായി അവിടെ മുഴുവൻ ഒഴിപ്പിക്കണമായിരുന്നു. പക്ഷേ പ്രോപ്പർട്ടി വിട്ടുതരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബാർട്ടിൽബി ആംബ്രോസിനെ മടക്കി അയച്ചു. ഒരു ദിവസം മോണിക്ക ഫ്രറ്റേണിറ്റി ഹൗസിൽ ആംബ്രോസിനെ കാണുവാനായി ചെന്നു. അങ്ങോട്ടേക്കെത്തിയ അവൾ കണ്ടത് മറ്റൊരു പെൺകുട്ടിയോട് ഇന്റിമേറ്റ് ആവുന്ന ആംബ്രോസിനെയായിരുന്നു. ആംബ്രോസ് മോണിക്കയുടെ പിന്നാലെ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആകെ ദേഷ്യത്തിലായിരുന്ന മോണിക്ക അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അടുത്ത ദിവസം മോണിക്ക അവളുടെ മുറിയിൽ ഒരു ക്യാമറ കണ്ടു. ബാർട്ടിൽബിയുടെ ഗിഫ്റ്റ് ആയിരുന്നു അത്. മോണിക്കയ്ക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമായിരുന്നെന്നും അത് അവളുടെ പാഷനായിരുന്നു എന്നും ബാർട്ടിൽബി ഓർത്തിരിക്കുന്നു എന്നത് മോണിക്കയെ സന്തോഷിപ്പിച്ചിരുന്നു.
അതോടെ ബാർട്ടിൽബിയുടെ സൗത്ത് ഹാർമൺ കോളേജിലേക്ക് അവനെ കാണുവാൻ മോണിക്ക ചെല്ലുകയാണ്. അവിടെ ചെന്നതും ആ കോളേജിന്റെ വിചിത്ര സ്വഭാവവും പലതരം എഡ്യൂക്കേഷൻ സിസ്റ്റവും ഒക്കെ കണ്ട് മോണിക്ക അതിശയിക്കുന്നുണ്ട്. ആദ്യം ആ കോളേജ് തന്നെ ഒരു തമാശയായിട്ടായിരുന്നു മോണിക്കക്ക് തോന്നിയത്. പക്ഷേ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്ന ഒരിടമാണത് എന്ന തരത്തിൽ ബാർട്ടിൽബി മോണിക്കയോട് അത് വിശദീകരിച്ചു. മോണിക്ക വല്ലാതെ ഇംപ്രസ്ഡ് ആയി. ഇതേസമയം ശർമ്മനാകട്ടെ കോളേജ് ഇങ്ങനെ പോപ്പുലറായി കൊണ്ടേ പോകുന്നതുകൊണ്ട് വല്ലാതെ വറീഡ് ആകുന്നുണ്ടായിരുന്നു. ഫേക്ക് കോളേജ് ആണല്ലോ, അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോയി കാര്യങ്ങൾ വഷളായാൽ ബാർട്ടിൽബി ജയിലിൽ വരെ പോവേണ്ടി വരും എന്ന് ഷർമാൻ പറഞ്ഞു. പക്ഷേ ബാർട്ടിൽബി അതൊന്നും കാര്യമാക്കിയിരുന്നില്ല. എന്നിരുന്നാലും കോളേജിന്റെ അക്രഡിറ്റേഷനു വേണ്ടി അവൻ അപ്ലൈ ചെയ്തിരുന്നു. എങ്ങാനും തങ്ങൾക്കെതിരെ കേസ് വന്നാൽ പ്രതിരോധിച്ചു നിൽക്കാൻ വേണ്ടി ബാർട്ടിൽബിയെ ഒരേറെ എറിഞ്ഞിട്ടതായിരുന്നു. അന്ന് രാത്രിയിൽ സൗത്ത് ഹാർമൺ കോളേജ് വളരെ വലിയൊരു പാർട്ടി ഓർഗനൈസ് ചെയ്തു. ഡ്രിങ്ക്സും മറ്റു കാര്യങ്ങളും ഒക്കെ അതിലുണ്ടായിരുന്നു. ഒക്കെ മാനേജ് ചെയ്തതും കുട്ടികൾ തന്നെയായിരുന്നു. പാർട്ടിയെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തേക്കും പറഞ്ഞിരുന്നു. എന്തിനേറെ പറയുന്നു, ഹാർമൺ കോളേജിലെ വരെ പയ്യന്മാർ ആ പാർട്ടിയിൽ ജോയിൻ ചെയ്യാനെത്തി. ഇതേസമയം ഹാർമൺ കോളേജിലും ആംബ്രോസ് ഒരു വലിയ പാർട്ടി ഓർഗനൈസ് ചെയ്തിരുന്നു. പക്ഷേ ആ പാർട്ടിയിലേക്ക് ഹാർമൺ കോളേജിലെ പയ്യന്മാരും വന്നില്ല. സൗത്ത് ഹാർമൺ കോളേജിലെ ഫേക്ക് കോളേജിലെ വിവരങ്ങൾ അറിഞ്ഞ് ആ പാർട്ടി എൻജോയ് ചെയ്യാൻ ഏവരും അങ്ങോട്ട് പോവുകയായിരുന്നു ചെയ്തത്. ഷിറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ആ പാർട്ടി എന്തെന്നറിയുവാൻ ആംബ്രോസും സംഘവും അതോടെ സൗത്ത് ഹാർമൺ കോളേജിലേക്ക് ചെന്നു. ഇതേസമയം മോണിക്കയും ബാർട്ടിൽബിയും അതേ പാർട്ടിയിൽ എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആംബ്രോസും സംഘവും മോണിക്കയെ ബാർട്ടിൽബിയുടെ കൂടെ കണ്ടതും വല്ലാതെ ക്ഷോഭിക്കുന്നുണ്ട്. താൻ ഹാർമൺ കോളേജ് വിട്ട് ബാർട്ടിൽബിയുടെ സൗത്ത് ഹാർമൺ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ് എന്ന് മോണിക്ക ആ സമയം അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ആംബ്രോസിനത് വളരെയധികം അപമാനകരമായിരുന്നു. അന്ന് അവിടെ നിന്ന് അപമാനപ്പെട്ടുപോയ ആംബ്രോസും സംഘവും സൗത്ത് ഹാർമൺ കോളേജിനെ പറ്റി വിവരങ്ങൾ അറിയാൻ ശ്രമിക്കാൻ ആരംഭിച്ചു. അടുത്ത ദിവസം തന്നെ ഫ്രറ്റേണിറ്റിയിലേക്ക് ചേർക്കാനെന്ന് പറഞ്ഞ് ഷർമാനെ അവർ ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തി. ശേഷം അവനെ അവർ ആക്രമിച്ചു. ഷർമാനെ കൊണ്ട് സൗത്ത് ഹാർമൺ കോളേജിന്റെ സത്യങ്ങൾ അവർ പറയിപ്പിച്ചെടുത്തു. ആംബ്രോസിന് സന്തോഷമായിരുന്നു. സൗത്ത് ഹാർമൺ കോളേജിന്റെ പതനവും ബാർട്ടിൽബി ജയിലിലാകുന്നതും കാണുവാൻ ആംബ്രോസ് അത്രമേൽ ആഗ്രഹിച്ചു. അടുത്ത ദിവസം സൗത്ത് ഹാർമൺ കോളേജിലേക്ക് ബാർട്ടിൽബിയുടെ കോളേജിലേക്ക് അവിടുത്തെ സ്റ്റുഡൻസിന്റെ പാരന്റ്സ് മുഴുവൻ എത്തിച്ചേരാൻ തുടങ്ങിയിരുന്നു. അവർക്കേവർക്കും പാരന്റ്സ് മീറ്റിംഗിന്റെ മെയിൽ കിട്ടി, അതുകൊണ്ട് വന്നതാണ് എന്ന് ഓരോരുത്തരും പറഞ്ഞു. എന്താ സംഭവിക്കുന്നത് എന്ന് ബാർട്ടിൽബി മനസ്സിലാക്കി വന്നപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോലീസ് സംഘവും മറ്റും എത്തിച്ചേർന്നിരുന്നു. ആംബ്രോസും അവരുടെ കൂടെയുണ്ടായിരുന്നു. അങ്ങോട്ടേക്കെത്തിയ ഉദ്യോഗസ്ഥർ ആ കോളേജ് ഒരു സ്കാമാണെന്നും ഡോക്യുമെന്റുകളും ആധാരവും ഒന്നുമില്ലാതെ ആളുകളെ പറ്റിച്ച് പണം കരസ്ഥമാക്കിയതിനും അത്തരത്തിൽ കോളേജ് നടത്തിയതിനും ബാർട്ടിൽബിക്കെതിരെ കേസെടുക്കാൻ പോവുകയാണെന്നും ഏവരെയും അറിയിച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന ബാർട്ടിൽബിയുടെ പാരന്റ്സിനും അത് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ ഷോക്കായി നിന്നു. അതോടെ മറ്റ് പാരന്റ്സ് അവരുടെ മക്കളെ കൂട്ടി വീട്ടിലേക്ക് പോയി. കോളേജ് അടച്ചുപൂട്ടപ്പെട്ടു. ബാർട്ടിൽബി ദുഃഖിതനായിരുന്നു. ഒരു ദിവസം അടച്ചുപൂട്ടപ്പെട്ട് കിടക്കുന്ന ഒഴിഞ്ഞുകിടക്കുന്ന തന്റെ കോളേജിലേക്ക് ബാർട്ടിൽബി വന്നു. ഷർമാനും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. തങ്ങൾക്ക് ഒരു ചാൻസ് കൂടിയുണ്ട്, ബാർട്ടിൽബി ജയിലിൽ പോകുന്നതിന് മുമ്പ് അത് ട്രൈ ചെയ്യാം എന്ന് ഷർമാൻ പറഞ്ഞു. സ്റ്റേറ്റ് അക്രഡിഷൻ ബോർഡിന് ബാർട്ടിൽബി അക്രഡിഷൻ ചോദിച്ചുകൊണ്ട് അപേക്ഷ സമർപ്പിച്ചിരുന്നല്ലോ. അതിന്റെ ഹിയറിംഗിന് ബാർട്ടിൽബിയെ ക്ഷണിച്ചുകൊണ്ട് ലെറ്റർ വന്നിരുന്നു. അവിടുത്തെ ബോർഡംഗങ്ങൾക്ക് മുമ്പിൽ തങ്ങളുടെ വിഷനും കാര്യങ്ങളും കൃത്യമായി അവതരിപ്പിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്രഡിഷൻ നേടിയെടുക്കാൻ സാധിച്ചാൽ അവർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. അവരുടെ കോളേജിന് ലൈസൻസ് കിട്ടും. സൗത്ത് ഹാർമൺ എന്ന അവരുടെ കോളേജ് അവർ തീരുമാനിക്കുന്ന പോലെ മുമ്പോട്ട് നടത്തിക്കൊണ്ടു പോവാനും സാധിക്കും. അങ്ങനെ ഹിയറിംഗിന്റെ ദിവസമെത്തി. ബാർട്ടിൽബി ഹിയറിംഗിന് പോകുന്നു എന്ന വിവരമറിഞ്ഞ് ബാർട്ടിൽബിയെ സപ്പോർട്ട് ചെയ്യാൻ സൗത്ത് ഹാർമൺ കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്ന മുഴുവൻ കുട്ടികളും എത്തിച്ചേർന്നിരുന്നു. ബോർഡ് അംഗങ്ങൾ ചില കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായി സൗത്ത് ഹാർമൺ കോളേജ് അംഗീകരിക്കപ്പെടണമെങ്കിൽ സൗത്ത് ഹാർമൺ കോളേജിന് അതിനുവേണ്ട ഫെസിലിറ്റികളും ഫാക്കൽറ്റീസും കരിക്കുലമും ഒക്കെ ഉണ്ടാകണം എന്ന തരത്തിലായിരുന്നു അത്. എന്തൊക്കെ സൗകര്യങ്ങളാണ് കോളേജിനുള്ളത് എന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ ബാർട്ടിൽബിയുടെ മറുപടി ഡോം റൂമും ടിക്കി ബാറും കോമൺ റൂംസും സ്കേറ്റ് ബോർഡ് റാമ്പും അവിടെയുണ്ടെന്നായിരുന്നു. അതോടെ തങ്ങൾ ഉദ്ദേശിച്ചത് ലൈബ്രറി, കഫറ്റീരിയ പോലുള്ള കാര്യങ്ങളാണെന്നും അതൊക്കെ ഒരു മസ്റ്റ് കാര്യങ്ങളാണ് എന്നും ബോർഡംഗങ്ങൾ പറഞ്ഞു. അടുത്ത ചോദ്യം കരിക്കുലത്തെ പറ്റിയായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനൊരു കരിക്കുലം സൗത്ത് ഹാർമൺ കോളേജിനില്ലല്ലോ. അതോടെ ഓരോ കുട്ടികളും അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എഴുതിയ വൈറ്റ് ബോർഡ് കൊണ്ടുവരപ്പെട്ടു. ബാർട്ടിൽബി അതിനെപ്പറ്റിയൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ബോർഡ് അതിലൊന്നും ഇംപ്രസ്ഡ് ആയിരുന്നില്ല. അടുത്ത ചോദ്യം ഫാക്കൽറ്റീസിനെ പറ്റിയായിരുന്നു. കോളേജിൽ ടീച്ചേഴ്സൊന്നും ഇല്ലെന്നും ഓരോ കുട്ടികളും സ്വയം പഠിക്കുകയാണെന്നും മറ്റു കൂട്ടുകാരാണ് അതിന് സഹായിക്കുന്നത് എന്ന തരത്തിലും ബാർട്ടിൽബി പറഞ്ഞപ്പോൾ അത് തീർത്തും അംഗീകരിക്കാൻ ബോർഡംഗങ്ങൾ ഒരുക്കമായിരുന്നില്ല. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ബാർട്ടിൽബിക്ക്
മനസ്സിലായി. സംസാരിക്കാൻ കുറച്ച് സമയം ചോദിച്ച ബാർട്ടിൽബി അവിടെ വെച്ച് മനോഹരമായൊരു സ്പീച്ച് നടത്തി. ഓരോ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെയും ഏറ്റവും വലിയ ലക്ഷ്യം സമൂഹത്തിൽ നല്ല സ്വഭാവങ്ങളും ലക്ഷ്യബോധവുമുള്ള കുട്ടികളെ വാർത്തെടുക്കുക എന്നതാണ്. ഓരോ കുട്ടികളെയും അവരവരുടെ സ്വപ്നങ്ങളിൽ എത്തിച്ചേർക്കുക എന്നതാണ്. അത്തരത്തിലാണെങ്കിൽ സൗത്ത് ആർമൻ കോളേജിൽ പഠിച്ച ഓരോ കുട്ടിയും അവരവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പഠിച്ചിരുന്നു. കൂടുതൽ അറിവുകൾ അവർ നേടിയെടുത്തിരുന്നു. കോളേജും അതിന്റെ കാര്യങ്ങളുമൊക്കെ ഫേക്ക് തന്നെയായിരുന്നിരിക്കാം. പക്ഷേ അവിടെ പഠിച്ച ഒരു കുട്ടി പോലും അതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഏവരും സന്തോഷത്തിലായിരുന്നു. ഏവർക്കും അവരാഗ്രഹിച്ച വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. ഞങ്ങളുടേതായി ഈ പുതിയ സിസ്റ്റം പ്രൂവ് ചെയ്യപ്പെടണമെങ്കിൽ അതിന് അവസരം കിട്ടിയേ മതിയാകൂ. വളരെ ഇമോഷണൽ ആയിട്ടുള്ളതും കാര്യങ്ങൾ നിരത്തി പറഞ്ഞതുമായ ബാർട്ടിൽബിയുടെ ആ സ്പീച്ചിൽ ബോർഡംഗങ്ങളായ ജഡ്ജസ് ഇംപ്രസ്ഡ് ആയി കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ചും സെമസ്റ്ററിന്റെ പാതിക്ക് വെച്ച് പഠിക്കുന്ന കുട്ടികൾ മറ്റെങ്ങോട്ടേക്ക് പോവാനുമാണ്. അതോടെ കൂടിയാലോചിച്ച് അവരുടെ സൗത്ത് ആർമൻ കോളേജിന് എക്സ്പെരിമെന്റൽ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുവാൻ ഒരു കൊല്ലത്തെ പ്രൊബേഷൻ പീരീഡ് അടക്കം ലൈസൻസ് അനുവദിക്കുന്നു. ആ ഓർഡർ കേട്ട് കുട്ടികളടക്കം ഏവരും സന്തോഷിച്ചിരുന്നു. ആ ഒരു കൊല്ലം കൊണ്ട് തങ്ങളുടെ കോളേജ് എന്തെന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നവിടുത്തെ ഓരോ കുട്ടികൾക്കും ബാർട്ടിൽബിക്കും വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ സൗത്ത് ആർമൻ കോളേജ് കൂടുതൽ പ്രതാപത്തോടെ തുറന്ന് പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. കോളേജിലേക്ക് കൂടുതൽ ഫണ്ടെത്തുകയും കോളേജ് റെനോവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. നിരവധി കുട്ടികൾ പുതുതായി കോളേജിൽ എൻറോൾ ചെയ്തു. ആ കൂട്ടത്തിൽ മോണിക്കയും ഷെർമാനുമടക്കം ഉണ്ടായിരുന്നു. ഒരു കോളേജിന്റെ തന്റെ ഓണറായി മാറിയ ബാർട്ടിൽബിയെ അവന്റെ പാരന്റ്സ് അംഗീകരിച്ചു. ബാർട്ടിൽബിയുടെ കോളേജിലെ ഓരോ സ്റ്റുഡൻസും അവരവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.